കാസർഗോഡ് എണ്ണപ്പാറയിൽ 17-കാരിയുടെ മരണത്തിൽ കുട്ടി ബലാത്സംഗത്തിന് ഇരയായെന്ന സൂചന. കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്ക്. 15 വർഷത്തിന് ശേഷമാണ് കേസിലെ പ്രധാന പ്രതി പിടിയിലായത്. ആരോപണ വിധേയനായ പ്രമുഖ വ്യവസായി ഒളിവിൽ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, ഈ എണ്ണപ്പാറയിലെ 17-കാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ കൂടുതൽ പേർക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കുള്ളതായാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. 2010 ഈ കേസിന് ആസ്പദമായ ഒരു സംഭവം നടക്കുന്നത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ബിജു പൗലോസ് ഒരു വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. ഈ ഘട്ടത്തിൽ പലർ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കേസിൽ കൂടുതൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും അന്വേഷണ സംഘത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ മാത്രമാണ് പിടികൂടാനായിരിക്കുന്നത്. ഈ മുഖ്യപ്രതിയായിട്ടുള്ള ബിജു പൗലോസ് ആണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായത്. ഇയാൾ ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന മൊഴി ഇപ്രകാരമാണ്. അതായത് ഈ വാടക ക്വാർട്ടേഴ്സിൽ ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഈ കുറ്റം തങ്ങളുടെ മേൽ വരാതിരിക്കാൻ ഈ പെൺകുട്ടിയുടെ മൃതദേഹം പവിത്രം കായലിൽ കൊണ്ട് താഴ്ത്തുകയായിരുന്നു എന്നാണ് ബിജു പൗലോസ് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ ഈ മൊഴി ഈ വിശ്വാസത്തിലെടുക്കാൻ ക്രൈംബ്രാഞ്ച് ഇതുവരെയും തയ്യാറായിട്ടില്ല. കാരണം ഇത്തരത്തിൽ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അതിവിദഗ്ധമായ പല മാർഗങ്ങളും ബിജു പൗലോസ് കഴിഞ്ഞ നാളുകളിൽ സ്വീകരിച്ചു വന്നതാണ്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഇത്രയും കാലം അദ്ദേഹം നിയമ സംവിധാനങ്ങൾക്ക് പിടികൊടുക്കാതെ നടന്നതും. അതുകൊണ്ട് തന്നെ ഇയാളുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഈ പെൺകുട്ടിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാകാമെന്ന ഒരു സൂചനയിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തി വരുന്നത്. എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ കാസർഗോഡ് ഒരു പ്രമുഖ വ്യാപാരിയും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ഘട്ടത്തിൽ ഇയാൾ കേരളം വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇയാളെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ കേസിന്റെ ചുരുളുകൾ അഴിയേണ്ടതുണ്ട്. 2010 ഇത്ര ക്രൂരമായ ഒരു പെൺകുട്ടി പീഡനത്തിന് വിധേയായി കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. പിന്നീട് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 15 വർഷത്തിന് ശേഷമാണ് പ്രധാന പ്രതി പിടിയിലാകുന്നത്. അങ്ങനെ ഈ കുറ്റകൃത്യത്തിൽ ആർക്കൊക്കെ പങ്കുണ്ടോ അവരെല്ലാം പിടിയിലാകണമെന്ന് തന്നെയാണ് കുടുംബം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. കാസർഗോഡ് എണ്ണപ്പാറയിൽ 17-കാരിയുടെ മരണത്തിൽ കുട്ടി ബലാത്സംഗത്തിനിരയായെന്ന സൂചന. കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നും പുറത്തുവരുന്ന വിവരങ്ങൾ. 15 വർഷത്തിന് ശേഷമാണ് കേസിലെ പ്രധാന പ്രതി പിടിയിലായത്. ആരോപണ വിധേയനായ പ്രമുഖ വ്യവസായി ഒളിവിലാണ്. ജോസഫ് അഗസ്റ്റിനാണ് വിശദാംശങ്ങൾ നൽകിയത്.